ഗാസ സിറ്റി പൂർണ്ണമായും പിടിച്ചടക്കാൻ സൈനിക നടപടിയുമായി ഇസ്രയേൽ. ഗാസ നഗരം മുഴുവൻ പിടിച്ചെടുക്കുകയാണ് ലക്ഷ്യം. കര ആക്രമണത്തിന്റെ പ്രാഥമിക നടപടികൾ ആരംഭിച്ചെന്ന് ഇസ്രയേൽ സൈന്യം പ്രഖ്യാപിച്ചു. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവതരിപ്പിച്ച ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. ഇതുപ്രകാരമുള്ള നടപടികളാണ് തുടങ്ങിയത്. സൈനിക നീക്കത്തിന്റെ ഭാഗമായി 60,000 കരുതൽ സൈനികരോട് ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. യുദ്ധമുഖത്തുള്ള 20,000 കരുതൽ സൈനികരുടെ സേവനകാലം നീട്ടി നൽകിയിട്ടുണ്ട്. ഗാസ പിടിച്ചെടുക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രയേൽ. ഇതോടെ ലക്ഷക്കണക്കിന് പലസ്തീനികളെ ഒഴിപ്പിച്ച് തെക്കൻ ഗാസയിലെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർബന്ധിതരാകും. വെടിനിർത്തൽ, ബന്ദികളെ മോചിപ്പിക്കൽ എന്നിവയിൽ ഹമാസുമായുള്ള പരോക്ഷ ചർച്ചകൾ പരാജയപ്പെട്ടു. ഇതിനു പിന്നാലെയായിരുന്നു ഗാസ മുനമ്പും കീഴടക്കാനുള്ള പദ്ധതി ഇസ്രയേൽ പ്രഖ്യാപിച്ചത്. ഹമാസ് അംഗീകരിച്ച പുതിയ വെടിനിർത്തൽ വ്യവസ്ഥകളിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇസ്രയേലിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്. സഖ്യകക്ഷികളായ രാജ്യങ്ങൾ ഉൾപ്പെടെ പുതിയ നീക്കത്തെ അപലപിച്ച് രംഗത്ത് വരുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.